നിയോഗത്താലി. നോക്ക് ജ്യോതി, നീ എന്തൊക്കെ പേപ്പറുകളുമായി വന്നെന്ന് പറഞ്ഞാലും എന്റെ ആര്യൻകുട്ടനെ വിട്ടുതരാൻ ഞാൻ ഒരുക്കമല്ല. എനിക്ക് നിങ്ങളോട് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്റെ മോനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെങ്കിൽ കൊണ്ടുപോയിരിക്കും. അറിയാലോ എന്നെ? അറിയാടി, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിനക്ക് തന്നെ നല്ലത്. അഥർവത് പറഞ്ഞത് ജ്യോതിയുടെ മുഖം ദേഷ്യത്താലും അപമാനത്താലും കുനിഞ്ഞു. ദേഷ്യത്തിൽ ജ്യോതി ശ്രീനന്ദയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ ബലമായി പിടിച്ചുവാങ്ങി നിലത്തേക്ക് നിർത്തി. പെട്ടെന്നായതുകൊണ്ട് തന്നെ ശ്രീനന്ദയ്ക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വാട ഇവിടെ, നിന്നെ കൊണ്ടുപോകാനാ വന്നതെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. ഞാൻ നിന്റെ അമ്മയാ, കേട്ടല്ലോ. അതും പറഞ്ഞ് അവൾ ആര്യൻകുട്ടനെ പിടിച്ചു വലിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. ഏട്ടാ, ഇതെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയി നമ്മുടെ ആര്യൻകുട്ടനെ വാങ്ങിയിട്ട് വാ. മാറിന് കുറുകെ കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് ശീല പോലെ നിന്ന് അഥർവിനെ കുലുക്കി വിളിച്ച് ശ്രീനന്ദ പറഞ്ഞു. അതേസമയം അഥർവ് ജ്യോതിയുടെ ഈ നാടകം എവിടെ വരെ പോകുമെന്നറിയാൻ ക്ഷമയോടെ കാത്തു നിൽക്കുകയായിരുന്നു. ദേ ജ്യോതി, നിന്റെ ഈ ഡ്രാമയൊക്കെ ഉണ്ടല്ലോ, നിന്റെ വീട്ടിൽ മതി. അതെന്റെ വീട്ടുമുറ്റത്ത് വേണ്ട. മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുപോവാ. പറ്റില്ല. അഥർവ് ധൃതിയിൽ അകത്തേക്ക് കയറിപ്പോയി. അവൻ എന്തിനാകും അകത്തേക്ക് പോയതെന്ന ആലോചനയിൽ എല്ലാവരും നിൽക്കുമ്പോഴേക്കും കയ്യിൽ ഒരു ഫയലുമായി ഇറങ്ങി വന്ന അഥർവ് ആ ഫയലിലുണ്ടായിരുന്ന ഒരു പേപ്പർ അവളുടെ നേർക്ക് നീട്ടി. ഇതെന്താണെന്ന് നീ കണ്ടോ? അവൻ ഉയർത്തിപ്പിടിച്ച പേപ്പറിലേക്ക് ജ്യോതിയുടെ കണ്ണുകൾ നീണ്ടു. DNA ടെസ്റ്റ്. ആര്യൻകുട്ടൻ എന്റെ മകനാണെന്ന് തെളിയിക്കുന്ന രേഖ. ശബ്ദമടക്കി ജ്യോതിക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ അഥർവ് പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് അവകാശം വേണം എനിക്കെന്റെ കുഞ്ഞിനെ കൈവശം വെക്കാൻ? അതൊക്കെ നിങ്ങളുടെ ന്യായം. ശരി, സമ്മതിച്ചു. പക്ഷേ കുറഞ്ഞത് 10 വയസ്സുവരെയെങ്കിലും കുട്ടി അമ്മയുടെ കൂടെയാണ് ജീവിക്കേണ്ടത്. ജ്യോതി വീറോടെ പറഞ്ഞു. കൊള്ളാം. മുലകൂടി മാറാത്ത കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്ന് എല്ലാം അവസാനിപ്പിച്ചു പോകുമ്പോ നിനക്ക് ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ലേ? നോക്കതർ, പഴയ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് ഈ രംഗം കൂടുതൽ വഷളാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഇത്രയും നാൾ നിങ്ങൾ നോക്കിയില്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം എന്റെ മകനെ. ജ്യോതി അത് പറഞ്ഞതും അതൊരു വേഗം ഫോണെടുത്ത് തന്റെ ഫ്രണ്ട് ജേക്കബിനെ വിളിച്ചു. പറയാതർ, എന്താ ഇവിടുത്തെ കാര്യങ്ങൾ? ജ്യോതി കുഞ്ഞിനെ കൊണ്ടുപോയേ പറ്റൂ എന്നുള്ള വാശിയിലാണ്. നമുക്കിപ്പോ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു കാര്യം ചെയ്യ, ഞാൻ നിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ വിളിച്ചു പറയാം. അവരിപ്പോ അവിടേക്ക് വരും. ശേഷം കുട്ടിയുമായി നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോ. അവിടെ വെച്ച് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അഥർവ് ഫോൺ കട്ട് ചെയ്തു. ഓക്കെ ജ്യോതി, എന്തായാലും നീ ഇവിടെ വരെ വന്നതല്ലേ, ഇന്നത്തോടെ ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പോലീസുകാർ വരും. അവിടെ ചെന്ന് ഈ കാര്യത്തിന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം കുഞ്ഞാരുടെ കൂടെ ജീവിക്കണമെന്ന്. അത് പറഞ്ഞ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പോലീസ് ജീപ്പ് ആ മുറ്റത്തേക്ക് വന്നു. ആദ്യം അവർ ഇരുവരോടും കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ആ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ ഒത്തുതീർപ്പാക്കാൻ ഒരു ശ്രമം നടന്നെങ്കിലും ജ്യോതി അമ്പിലും മില്ലിലും അടുക്കുന്നുണ്ടായിരുന്നില്ല. ഒടുക്കം ആര്യൻകുട്ടനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരാൻ പോലീസുകാർ ആവശ്യപ്പെട്ടു. അഥർവ് നിന്ന വേഷത്തിൽ തന്നെ ആര്യൻകുട്ടനെയും എടുത്ത് കാറിനടുത്തേക്ക് പോയി. ജ്യോതി അവളുടെ കാറിലും ശ്രീനന്ദയും ഓടിപ്പോയി അഥർവിനൊപ്പം അവന്റെ കാറിൽ കയറി. പിന്നാലെ ഇന്ദിരയും മാധവനും. ആ വാഹനങ്ങളെല്ലാം ഒരേ സമയം തന്നെ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് വന്ന് നിന്നു. ആര്യൻകുട്ടനെയും കയ്യിലെടുത്തുകൊണ്ട് അഥർവ് അകത്തേക്ക് കയറിയപ്പോ അവന്റെ ഒപ്പം തന്നെ ബാക്കിയുള്ളവരും കയറി. SIയുടെ മുമ്പിൽ നിൽക്കുവാണ് എല്ലാവരും. എന്താണ് ഇവിടുത്തെ വിഷയം? SI അലക്സ് ജോസഫ് അല്പം കർക്കശക്കാരനാണ്. കാഴ്ചയിൽ തന്നെ അത് മനസ്സിലാകും. സർ, ഈ നിൽക്കുന്നത് എന്റെ മകനാണ്. അവനിപ്പോ 5 വയസ്സായി. ഞാനും ഈ നിൽക്കുന്ന അഥർവും ലീഗലി സെപ്പറേറ്റഡ് ആണ്. കുഞ്ഞ് ഇത്രയും വർഷം ഇയാൾക്കൊപ്പമായിരുന്നു. ഇയാളിപ്പോ വേറെ വിവാഹം കഴിച്ചപ്പോ എന്റെ കുഞ്ഞിനെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അവനെ തിരികെ എനിക്കൊപ്പം കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. അപ്പോൾ ഇയാളും ഇയാളുടെ വീട്ടുകാരും കുഞ്ഞിനെ എനിക്ക് വിട്ടു നൽകുന്നില്ല. ജ്യോതി കണ്ണീരോടെ പറഞ്ഞതും ശ്രീനന്ദി ഒരു ഞെട്ടലോടെ ജ്യോതിയെ നോക്കി. ഇന്ദിരയ്ക്കും മാധവനും അഥർവിനും ഒന്നും വലിയ ഞെട്ടലുണ്ടായില്ല. കാര്യം ജ്യോതിയുടെ സ്വഭാവം ഏറ്റവും നന്നായി അറിഞ്ഞവരാണ് അവർ 3 പേരും. ആണോ മിസ്റ്റർ അഥർവ്, ഈ നിൽക്കുന്ന സ്ത്രീ പറയുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല സാർ. എന്റെ കുഞ്ഞ് മുലകുടി മാറുന്നതിന് മുന്നേ അതിനെ ഉപേക്ഷിച്ചു പോയവളാണ് ഈ അമ്മയെന്ന് പറഞ്ഞു നിൽക്കുന്നവൾ. ഇവളിൽ നിന്നൊരു അമ്മയുടേതായ സ്നേഹമോ പരിഗണനയോ
ലാളനയോ ഒന്നും തന്നെ എന്റെ കുഞ്ഞിന് ലഭിച്ചിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഉപേക്ഷിച്ചു പോയിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അവൾ ഈ കുഞ്ഞിനെ ആദ്യമായി കാണാൻ വരുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും എന്റെ കുഞ്ഞിനെ കാണാൻ പോലും ഒരു ശ്രമം നടത്തിയിട്ടില്ല. അഥർവ് തന്റെ ഭാഗം പറഞ്ഞു. സർ, ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ്. ഞാൻ പലപ്പോഴും എന്റെ കുഞ്ഞിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ വീട്ടുപടിക്കൽ വരെ വന്നിട്ടുമുണ്ട്. അന്നീ നിൽക്കുന്ന അമ്മയും അച്ഛനും അഥർവും ചേർന്ന് തന്നെ ആട്ടിയിറക്കുകയായിരുന്നു. കണ്ണീരോടെയുള്ള ജ്യോതിയുടെ വാക്കുകൾ പോലീസുകാരിലും സംശയം ഉണർത്തി. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങളുടെ കുഞ്ഞ് ഈ നിൽക്കുന്ന അഥർവിനാൽ മാനസികമായി വിഷമിക്കുന്നുണ്ടെന്ന്? അത് സാർ, ബാ തുറന്നൊന്ന് പറയ. ജ്യോതിയുടെ വിക്കൽ വന്നപ്പോൾ എസ്ഐക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അത് പിന്നെ ജ്യോതിക്ക് പറയാനൊരു ഉത്തരമുണ്ടായിരുന്നില്ല. അവളുടെ ആ പതർച്ചയിൽ നിന്ന് തന്നെ എസ്ഐക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. മോനെ ഇങ്ങി കൊണ്ടുവരൂ. അഥർവിനെ നോക്കി എസ്ഐ അത് പറഞ്ഞതും ജ്യോതിയുടെ മുഖത്ത് വിജയ ചിരിതെളിഞ്ഞു. എസ്ഐ പറഞ്ഞത് പ്രകാരം അഥർവ് ആര്യൻകുട്ടനെ അലക്സിനടുത്ത് കൊണ്ടുവന്ന് നിർത്തി. അച്ഛൻ തന്നെ അവിടെ നിർത്തിപ്പോയിക്കളയുമോ എന്ന ഭയം കൊണ്ട് ആര്യൻ എപ്പോഴും അഥർവിന്റെ കൈകളിൽ പിടിമുറുക്കിയിരുന്നു. ഈ നിൽക്കുന്നത് മോന്റെ ആരാ? അഥർവിനെ ചൂണ്ടിക്കൊണ്ട് എസ്ഐ ആര്യനോട് ചോദിച്ചു. ഇത് അഥർവ് മാധവ് മേനോൻ, എന്റെ അച്ഛൻ. അപ്പോതാ ആ നിൽക്കുന്നതോ? ഇത്തവണ ഇന്ദിരയും മാധവനെയും നോക്കിയാണ് അദ്ദേഹം അത് ചോദിച്ചത്. അതെന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും. കൊഞ്ചലോടെ ആ കുഞ്ഞിച്ചക്കൻ മറുപടി പറഞ്ഞു. അപ്പൊ ഇതോ? എസ് ഐ ശ്രീനന്ദയ്ക്ക് നേരെ വിരന്നിട്ട് ചോദിച്ചതും ആര്യൻ അല്പനേരം നന്ദിയെ തന്നെ നോക്കി നിന്നു. നിറഞ്ഞ മിഴികളോടെ നിൽക്കുകയാണവൾ. മുഖത്ത് നിസ്സഹായതയും ടെൻഷനും കലർന്ന ഭാവം. അപ്പോഴാണ് അഥർവും ശ്രീനന്ദയെ ശ്രദ്ധിച്ചത്. അവളുടെ ആ നിൽപ്പ് കാണുവേ അഥർവിന് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ തോന്നിപ്പോയി. ആര്യൻകുട്ടനെ നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് നിൽക്കുകയാണവൾ. മോൻ പറഞ്ഞില്ലല്ലോ അതാരാണെന്ന്. ഏറെ നേരമായി ആര്യൻ നന്ദയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും എസ് ഐ ചോദിച്ചു. ആര്യൻ അഥർവിന്റെ പിടിവിട്ട് ഓടി നന്ദയ്ക്ക് അരികിലേക്ക് ചെന്ന് അവളെ വട്ടം ചുറ്റിപ്പിടിച്ചു. ഇതെന്റെ പ്രിയപ്പെട്ട നന്ദ ആന്റി. നിറഞ്ഞ ചിരിയോടെ ആ കുഞ്ഞിച്ചക്കനത് പറഞ്ഞപ്പോ അവരെല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞുപോയി. ശ്രീനന്ദ സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി. അങ്കിൾ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? എസ് ഐ ആര്യനെ വീണ്ടും അടുത്തേക്ക് വിളിച്ചു. ദാ ഈ നിൽക്കുന്ന ആരാണ്? ജ്യോതിയെ നോക്കി എസ് ഐ ആര്യൻകുട്ടനോട് ചോദിച്ചതും ജ്യോതിക്ക് അടിപതറി. അവൾ വല്ലായ്മയോടെ ആര്യൻകുട്ടന്റെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയില്ല. ആര്യം പറഞ്ഞതും എസ് ഐ ജ്യോതിയെ നോക്കി. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയേ, ആര്യൻകുട്ടനെ അറിയാവോന്ന്. ഇല്ലെങ്കിൽ എനിക്കറിയില്ല ഈ ആന്റി ആരാണെന്ന്. മോൻ ഇതിൽ ആർക്കൊപ്പം പോണം? എസ് ഐ വീണ്ടും ആര്യൻകുട്ടനെ നോക്കി ചോദിച്ചു. എനിക്കെന്റെ അച്ഛന്റെ ആന്റിയുടെയും കൂടെ പോയാൽ മതി. എസ് ഐ ജ്യോതിയെ നോക്കി. അവൾക്ക് ഇതിൽ കൂടുതൽ എന്തേലും പറയാനുണ്ടോ എന്നൊരു ഭാവം ആ ചോദ്യത്തെ തെളിഞ്ഞു നിന്നത്. നോക്ക് ജ്യോതി, വെറുതെ ഒരു പരാതിയും കൊണ്ട് വന്നിട്ടൊന്നും കാര്യമില്ല. പരാതിയുമായി വരുമ്പോൾ വ്യക്തമായ തെളിവുകൾ വേണം. എവിഡൻസ് ആണ് കോടതിക്ക് ആവശ്യം. പിന്നെ നിങ്ങളീ പറയുന്നത് പോലെ ഈ നിൽക്കുന്ന ഭർത്താവും അയാളുടെ 2ാം ഭാര്യയും ഈ കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ അതിന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ കുഞ്ഞ് വീണ്ടും അയാൾക്കൊപ്പം തന്നെ പോകണമെന്ന് വാശി പിടിക്കത്തില്ലായിരുന്നു. മാത്രമല്ല, ജ്യോതി ആ കുഞ്ഞിന്റെ അമ്മയാണെന്ന് പോലും അതിനറിയില്ല. ജ്യോതിയുടെ മുഖം കുനിഞ്ഞു. സോ നിങ്ങൾക്ക് ആ കുഞ്ഞിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ദേവി ഇത് അതിനെ സന്തോഷത്തോടെ ജീവിക്കാൻ വിടുക. അല്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ, അവരിങ്ങനെ നിർബന്ധമായി പിടിച്ചു വാങ്ങിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ്? എസ് ഐ സമാധാനത്തോട് ചോദിച്ചതും ജ്യോതിയുടെ മുഖം ഇരുണ്ടുപോയി. ആരോടും ഒന്നും പറയാതെ അവൾ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. താങ്ക് യു സർ. എസ് ഐയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അഥർവ് ആര്യൻകുട്ടനുമായി സ്റ്റേഷന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവരുടെ മുന്നിലൂടെ ജ്യോതിയുടെ കാർ ചീറിപ്പാഞ്ഞു പോയിരുന്നു. അഥർവിന്റെ കയ്യിലിരുന്ന ആര്യൻകുട്ടനെ ശ്രീനന്ദ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവന്റെ നെറുകിലും കവിളിലുമൊക്കെ മാറി മാറി മുത്തി. അമ്മയുടെ പൊന്നെ. പെട്ടെന്ന് ശ്രീനന്ദി അത് പറഞ്ഞതും അഥർവ് ഒരു ഞെട്ടലോടെ അവളെ നോക്കി. അവൾ ആ നോട്ടമൊന്നും കണ്ടില്ല. ആര്യൻകുട്ടനെയും മാറോട് അടക്കിപ്പിടിച്ച് നേരെ അഥർവിന്റെ കാറിനരികിലേക്ക് ചെന്നു. ശേഷം അഥർവിനെ തിരിഞ്ഞു നോക്കി. ഏട്ടൻ വരുന്നില്ലേ? അവളുടെ ആ ചോദ്യത്തിൽ അവന് ശരിക്കും ചിരിവന്നു പോയി. പിന്നെ അവരെല്ലാവരും പതിയെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങോട്ട് പോകുമ്പോഴുള്ള സംഘർഷമോ ടെൻഷനോ ഒന്നും ആരുടെ മുഖത്തും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മുഖത്തിപ്പോ നിറഞ്ഞ ചിരിയാണ്. വീട്ടുമുറ്റത്ത് വന്നിറങ്ങിയിട്ടും ശ്രീനന്ദ ആര്യൻകുട്ടനെ അവളിൽ നിന്ന് അടർത്തി മാറ്റാൻ സമ്മതിക്കാത്തതുപോലെ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തന്നെ അകത്തേക്ക് കൊണ്ടുപോയി. ഓർമ്മ വെച്ച നാളിന് ശേഷം ഇതാദ്യമായിട്ടാണ്
ആര്യൻകുട്ടൻ കൺമുമ്പിൽ ഇത്രയും വലിയൊരു വഴക്കൊക്കെ കാണുന്നത് അതിൻ്റെതായ ചെറിയ ചില വിഷമങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ശ്രീനന്ദയുടെ മാറി തലചേർത്ത് മെല്ലെ കുഞ്ഞു ചെക്കൻ കണ്ണുകൾ അടച്ചു. ഏട്ടാ, മോൻ ഉറങ്ങി. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ അഥർവിന്റെ കയ്യിലേക്ക് ആര്യൻകുട്ടനെ കൊടുത്തു. അഥർവ് ആര്യൻകുട്ടനെയും കൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയപ്പോൾ പിന്നാലെ ശ്രീനന്ദയും ചെന്നു. അഥർവ് ആര്യൻകുട്ടനെ ബെഡിലേക്ക് കിടത്തി. അപ്പോഴേക്കും നേരെ ഇരുട്ടി തുടങ്ങിയിരുന്നു. ആര്യനെ ബെഡിലേക്ക് കിടത്തിയിട്ട് അഥർവ് നേരെ ബാൽക്കണിയിലേക്കാണ് പോയത്. അല്പനേരം ആര്യന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി അവന്റെ തലയിൽ മൃദുവായി തലോടിക്കൊണ്ട് അടുത്തിരുന്നെങ്കിലും പിന്നാലെ ശ്രീനന്ദയും അസ്വസ്ഥമായ മനസ്സോടെ അഥർവിനരികിലേക്ക് ചെന്നു. ശ്രീനന്ദ അടുത്തു വന്നെന്നറിഞ്ഞതും അഥർവ് അവളെ ഇറുകെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവന്റെ കണ്ണുനീർത്തുള്ളികൾ ഒന്നൊന്നായി അവളുടെ തോളിൽ പതിഞ്ഞു. ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ പകച്ചുപോയി ശ്രീനന്ദ. ഏട്ടാ, ഏട്ടാ. അവൾ അവനെ മെല്ലെ അടർത്തി മാറ്റി. ശേഷം ബാൽക്കണിയിലിട്ടിരുന്ന ചെയറിലേക്ക് ഇരുത്തി നനഞ്ഞു പോയ അവന്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. ശേഷം ആ നെറുകയിലേക്ക് ഒന്ന് ചുണ്ടു ചേർത്തു. വിഷമിക്കരുത്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ അവൻ നമുക്കൊപ്പം തന്നെ വന്നില്ലേ? എന്നാലും എന്നാലും അവൾക്ക് എങ്ങനെ എന്റെ മകനെ എന്നെ നടത്തി മാറ്റിക്കൊണ്ടുപോകാൻ മനസ്സ് വന്നു നന്ദ? അഥർവ് വിതുമ്പിലോട് ചോദിച്ചു. ആദ്യമായിട്ടാണ് ശ്രീനന്ദ അഥർവിനെ ഇത്രയും തകർന്നുപോയൊരവസ്ഥയെ കാണുന്നത്. തനിക്കൊന്നും അറിയില്ല നന്ദ, ഇതിനു പിന്നിൽ വലിയൊരു സ്റ്റോറിയുണ്ട്. തനിക്ക് ഇതുവരെ എന്റെ കഴിഞ്ഞുപോയ ജീവിതം അറിയില്ലായിരുന്നല്ലോ. താൻ അറിയണം, താൻ അറിഞ്ഞേ പറ്റൂ. ഇനി അതൊക്കെ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അഥർവ് പഴയ കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുത്തു. അച്ഛന്റെ ബിസിനസിന്റെ ചുമതല ഞാൻ ഏറ്റെടുത്ത സമയത്തായിരുന്നു എനിക്ക് ജ്യോതിയുടെ വിവാഹാലോചന വരുന്നത്. അതും എന്റെ വളരെ അടുത്തൊരു സുഹൃത്തിന്റെ വീട്ടുകാർ വഴി. അമ്മയ്ക്കായിരുന്നു ആ ബന്ധം നടത്താൻ ഏറെ താല്പര്യം. ജ്യോതിയെ റിജക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു. പണവും കൊണ്ടും പ്രതാപം കൊണ്ടും കുടിമ മഹിമ കൊണ്ടുമെല്ലാം ഞങ്ങൾക്കൊപ്പത്തിനൊപ്പം നിൽക്കുന്ന ബന്ധമായിരുന്നു അത്. പെണ്ണ് കണ്ടു മടങ്ങിയ നാൾ മുതൽ തന്നെ ജ്യോതി വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു എന്നോട് ബിഹേവ് ചെയ്തത്. നല്ലൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഒടുവിൽ ഞാൻ വിവാഹത്തിന് സമ്മതം മൂളിയത്. അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹനിധിയായ മകളായിരുന്നു. എനിക്കും അയാളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ജ്യോതിയുടെ ഫാമിലി UK സെറ്റിൽഡ് ആയിരുന്നു. പക്ഷെ അയാൾക്ക് നമ്മുടെ നാടും പച്ചപ്പും ഒക്കെയായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവൾ പാലക്കാടുള്ള അവളുടെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. പിന്നെ MBA മാത്രം ബാംഗ്ലൂരിൽ ചെയ്തു. അങ്ങനെ ജ്യോതിക്ക് 23 വയസ്സാകും മുന്നേ വിവാഹം നടക്കണമെന്ന് ജാതകത്തിലുള്ളതുകൊണ്ട് അധികം കാലതാമസമില്ലാതെ വിവാഹം നടത്താൻ തീരുമാനമായി. ഞങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ജ്യോതി PG ഫൈനൽ ഇയർ പഠിക്കുകയാണ്. എന്തോ അയാൾക്ക് 2 മാസത്തെ ക്ലാസ് കൂടി ബാക്കിയുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ആർഭാടമായി തന്നെ വിവാഹം നടത്തി. ഇരു കുടുംബങ്ങളുടെയും സമ്പത്തും അഭിമാനവും എടുത്തു കാണിക്കുന്ന വിധത്തിലുള്ള ഒരു വിവാഹമായിരുന്നു അത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോൾ തന്നെ ജ്യോതിക്ക് അവളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു. ബാംഗ്ലൂരിലെ ഒരു പ്രസിദ്ധമായ കോളേജിലായിരുന്നു ആൾ MBA ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്ക് 2 മാസത്തെ ക്ലാസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആരും അവളെ അധികം ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയില്ല. എക്സാംസ് അല്ലേ, അതിൽ ഫോക്കസ് ചെയ്തോട്ടെ എന്ന് കരുതി. ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്. എന്നേക്കാൾ കൂടുതൽ അമ്മയായിരുന്നു അയാൾ വിളിക്കുന്നത്. അങ്ങനെ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ജ്യോതി എന്റെ അമ്മയുടെ പ്രിയപ്പെട്ട മകളായി മാറി. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. ഒപ്പം സർവ്വഗുണ സമ്പന്നയായ ഭാര്യ കിട്ടിയതിൽ ചെറുതല്ലാത്ത അഹങ്കാരവും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ബന്ധം വളർന്നു. ആ ഇടയ്ക്കാണ് ജ്യോതി പ്രഗ്നന്റ് ആകുന്നത്. പിന്നെ വീട്ടിലങ്ങോട്ട് സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. ആറ്റുനൂറ്റി കിട്ടിയ കുഞ്ഞായിരുന്നു അത്. ജ്യോതിയുടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ മുതൽ അമ്മ പ്രാർത്ഥനയും വഴിപാടും തുടങ്ങിയതാണ്. അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു അമ്മയ്ക്കൊരു കൊച്ചുമകനെയോ മകളെയോ വേണോന്ന്. അങ്ങനെ ജ്യോതിയുടെ പ്രഗ്നൻസിയുടെ മുഴുവൻ സമയവും അയാൾ ഈ വീട്ടിൽ തന്നെയായിരുന്നു നിന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ പേരൻസ് UK ആയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറ്റില്ല. അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ജ്യോതി അങ്ങോട്ട് കൊണ്ടുപോകുക എന്നതാണ്. അതമ്മ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ടവർ അവിടെയും ജ്യോതി എന്റെ വീട്ടിലുമായി നിന്നു. അങ്ങനെ ഇരിക്കെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഓരോ കോളുകൾ വരാറുണ്ടായിരുന്നു. പല സമയങ്ങളില്, ചിലപ്പോൾ രാത്രിയില്, ചിലപ്പോൾ വെളുപ്പാങ്കാലത്ത്. അപ്പോഴൊക്കെ അവൾ മാറി മാറി നിന്ന് സംസാരിക്കുകയും
അല്ലെങ്കിൽ അടക്കി പിടിച്ച് വർത്താനം പറയുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആരാണെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഫ്രണ്ടാണെന്ന് പറയും. പിന്നെ ഞാനും അതിൽ കൂടുതൽ ചിക്കി ചെകയാനൊന്നും നിന്നില്ല. അയാൾ പ്രഗ്നന്റ് ആയതിനു ശേഷം അയാൾക്ക് വന്നുകൊണ്ടിരുന്ന കോളിന്റെ എണ്ണം കൂടി. എനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. അവൾ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. അങ്ങനെ പറഞ്ഞിരുന്ന ഡേറ്റിന് 1 മാസം മുമ്പെയാണ് ജ്യോതിക്കൊരു വയറുവേദന വരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് എന്തോ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ട് ജ്യോതിക്ക് വയറുവേദന വന്നതാണെന്ന്. പക്ഷെ അമ്മ പറയുന്നു അമ്മ അങ്ങനെ ഒരു ആഹാരം ജ്യോതിക്ക് കൊടുത്തിട്ടേ ഇല്ലെന്ന്. പിന്നെ എങ്ങനെ അവളത് കഴിച്ചുവെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പോൾ തന്നെ എമർജൻസി സി സെക്ഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആര്യൻകുട്ടനൊരു പ്രിമച്വർ ബേബിയായിരുന്നു. ഒരുപാട് കെയറിങ് വേണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വിട്ടത്. അവളെ നോക്കാൻ 2 ജോലിക്കാരെ വെച്ചെങ്കിലും എൻ്റെ അമ്മ അവർക്കൊപ്പം തന്നെ അവൾക്കരികിൽ നിൽക്കുമായിരുന്നു. അവൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ പോകെ പോകെ ജ്യോതിക്കമ്മയോട് ദേഷ്യമായി. എന്തിനാ അതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അമ്മ എന്ത് ചെയ്താലും ദേഷ്യം. അമ്മ കുഞ്ഞിനെ എടുത്താൽ ആ രീതി ശരിയല്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അമ്മ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താൽ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളയും. അമ്മ 1-2 പറഞ്ഞ് കുറ്റപ്പെടുത്തും. അതൊക്കെ അവൾക്കൊരു വിനോദമായി മാറി. ഒരിക്കൽ ഞാനത് കേട്ടുകൊണ്ടായിരുന്നു വന്നത്. അന്ന് ഞാൻ അവളെ നല്ല രീതിയിൽ വഴക്കു പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവുകയും ചെയ്തു. അന്ന് അവൾ പറഞ്ഞത് അമ്മയാണ് ഈ വഴക്കിന് പിന്നിലെ കാരണമെന്നാണ്. പിന്നീട് ഞാൻ കാരണം അവൾ അമ്മയെ കൂടുതൽ വെറുക്കരുതല്ലോ എന്ന് കരുതി ഞാനും അയാളെ കൂടുതൽ വഴക്കു പറയാനൊന്നും പോയില്ല. പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ വീട്ടിലെ പ്രശ്നം വഷളായി. അമ്മയോടുള്ള ദേഷ്യം ജ്യോതി അച്ഛനോടും കാണിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിൻ്റെ എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് കരുതി ഞങ്ങൾ അവളെ ഡോക്ടറെ കാണിച്ചു. ശേഷം ഒരു കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ കൗൺസിലിങ്ങിൻ്റെ ലാസ്റ്റ് സെക്ഷനൊക്കെ കംപ്ലീറ്റ് ആയി. ജ്യോതി പെർഫെക്റ്റ്ലി ഓക്കെ ആയി. എല്ലാവരോടും നോർമലായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴും അമ്മ പഴയ പരിഭവമോ പിണക്കമോ ഒന്നും മനസ്സിൽ വെക്കാതെ അവളെയും കുഞ്ഞിനെയും നോക്കി. അങ്ങനെ ഇരിക്കെ ജ്യോതിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ആര്യൻകുട്ടൻ 6 മാസം മാത്രം പ്രായം. ഞങ്ങളെല്ലാവരും ഒരുപോലെ അതിനെ എതിർത്തു. തൽക്കാലം ജ്യോതി റെസ്റ്റ് എടുക്കും, ശേഷം കുഞ്ഞിനൊരു വയസ്സായതിനു ശേഷം ജോലിക്ക് പോയി തുടങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ അവൾ അമ്പിനും മില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ജോലിക്ക് പോകണം, അതും ബാംഗ്ലൂർ തന്നെ. പഠിച്ച സമയത്ത് അവിടെ അവളുടെ ഒപ്പം പഠിച്ച 2-3 ഫ്രണ്ട്സ് ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. സോ അവൾക്കും അതിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എന്തോ അവളുടെ ആ തീരുമാനത്തിനോട് എനിക്കത്ര താല്പര്യം തോന്നിയില്ല. ഞാനിവിടെ ഒരു കമ്പനി ഓൺ ചെയ്യുന്നുണ്ട്. അവളുടെ പേരൻസിന്റെ കമ്പനിയുണ്ട്. അവൾക്ക് വേണമെങ്കിൽ 2-ൽ എവിടെയെങ്കിലും കയറാവുന്നതേ ഉള്ളൂ. പക്ഷെ അവൾ ബാംഗ്ലൂർ തന്നെ വർക്ക് ചെയ്യണമെന്ന് ശാഠ്യം പിടിച്ചു. അത് സമ്മതിച്ചു കൊടുക്കില്ലെന്ന് കണ്ടപ്പോൾ ഞാനുമായിട്ടായി അടുത്ത യുദ്ധം. അങ്ങനെ ആര്യൻകുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരാഴ്ച മുന്നേ ജ്യോതിക്ക് അവളുടെ സർട്ടിഫിക്കറ്റ്സ് കോളേജിൽ നിന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ന്യായമായ ഒരു കാര്യമാണല്ലോ. അന്നാണെങ്കിൽ എനിക്ക് കൃത്യമായി ഒരു ബിസിനസ് മീറ്റിങ്ങിന് ദുബായ് വരെ പോവേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ജ്യോതിക്കൊപ്പം പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛൻ അവൾക്കൊപ്പം ചെല്ലാന്ന് പറഞ്ഞിട്ടും കുഴപ്പമില്ല, നാട്ടിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവൾ ഫ്രണ്ട്സിനൊപ്പം ബാംഗ്ലൂർക്ക് പോയി. അന്നായിരുന്നു ഞാൻ ജ്യോതി അവസാനമായി കണ്ടത്. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ബാംഗ്ലൂർക്ക് പോയ ജ്യോതി പിന്നീട് തിരിച്ചു വന്നില്ല. അവിടെ എത്തിയെന്നറിഞ്ഞ് അമ്മയെ കോൾ ചെയ്തു. പിന്നീട് ജ്യോതി ഞങ്ങളെ വിളിച്ചില്ല. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ്. ആദ്യം ഞങ്ങൾ കരുതി ചാർജ് വല്ലതും തീർന്ന് ഫോൺ ഓഫായതായിരിക്കുമെന്ന്. പക്ഷേ പിന്നെ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു ആ നമ്പർ നിലവിലില്ലെന്ന്. ഞങ്ങളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. ഞാൻ ദുബായിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നാട്ടിലേക്ക് തിരികെ എത്തി. മൊത്തത്തിൽ ആർക്കും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. അപ്പോഴാണ് കർണാടക പോലീസിൽ നിന്ന് കേരള പോലീസിന് വിവരം ലഭിക്കുന്നത്. ജ്യോതി അവിടെ മറ്റൊരു പയ്യനൊപ്പം താമസം തുടങ്ങിയെന്നും ഒപ്പം ഇരുവരും അവിടെ ഏതോ കോവിലിൽ വെച്ച് വിവാഹിതരാവുകയും ചെയ്തത്രേ. അതിർവിന്റെ ആ സംസാരത്തിൽ ശ്രീനന്ദിയുടെ മുഖത്തെ ഞെട്ടലിന്റെ വ്യാപ്തി ഒന്നുകൂടി വർദ്ധിച്ചു. ചങ്ക് തകർന്നുകൊണ്ടായിരുന്നു അതിർവ് കഴിഞ്ഞ കാലം ശ്രീനന്ദിയോട് പറഞ്ഞു വ്യക്തമാക്കിയത്. എന്നിട്ട് അത് ചോദിക്കുമ്പോൾ ശ്രീനന്ദിയുടെ ശബ്ദം ഇടറി. പിന്നീട് ഇരു വീട്ടുകാരും ഇടപെട്ട് ജ്യോതിയെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവൾക്കൊപ്പം ആ പയ്യനും ഉണ്ടായിരുന്നു, വിശാല്. പഠിക്കുന്ന കാലത്തെ ഇരുവരും തമ്മിലുള്ള റിലേഷനാണ്. അവർ തമ്മിൽ പ്രേമത്തിലായിരുന്നു.
അതായത് എന്നെ ജ്യോതി വിവാഹം കഴിക്കുമ്പോഴും ജ്യോതിക്ക് അവനെ ഇഷ്ടമായിരുന്നു. ഇതിന്റെ ബാക്കി സ്റ്റോറിയൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരുപക്ഷെ ആ കുട്ടി എന്നോട് വിവാഹത്തിന് മുമ്പ് മറ്റൊരാളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയനെ. പക്ഷെ അങ്ങനെ ഒരു കാര്യം ജ്യോതി എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവളുടെ പേരൻസൊക്കെ ആ ബന്ധത്തെ ശക്തമായിട്ട് എതിർത്തിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, വിശാല് സാമ്പത്തികമായൊക്കെ അല്പം പിന്നോട്ട് നിൽക്കുന്ന ഒരു പയ്യനാണ്. അതുമല്ല, അവന്റെ സ്വഭാവമൊന്നും അവൻ അന്വേഷിച്ചപ്പോൾ അത്ര അല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ ജ്യോതിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അവനൊപ്പം ജീവിക്കാനായിരുന്നു താല്പര്യം. അങ്ങനെ അവൾ അന്ന് എന്റെയും എന്റെ പേരൻസിന്റെയും അവളുടെ പേരൻസിന്റെയും ഒന്നും അറിയാത്ത എന്റെ ആര്യൻകുട്ടിന്റെയും മുമ്പിൽ വെച്ച് പറഞ്ഞു അവൾക്ക് എന്നെയും എന്റെ മകനെയും വേണ്ടെന്ന്. അവളുടെ ബാക്കിയുള്ള ജീവിതം ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നത് വിശാലിനൊപ്പമായിരുന്നുവെന്ന്. സത്യത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിപ്പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. എൻ്റെ ജീവിതത്തിൽ അതുപോലൊരു സിറ്റുവേഷൻ ഞാൻ അതിനു മുമ്പോ ശേഷമോ ഫേസ് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പാലിനു വേണ്ടി കരയുന്ന കുഞ്ഞിനെ ഒരു നോട്ടം കൊണ്ട് പോലും ഗൗനിക്കാതെ അവൻ്റെ കൈപിടിച്ചവൾ ആ കോടതി മുറ്റത്തുനിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തകർന്നു പോയി ഞാൻ. മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഒപ്പം കയ്യിലിരുന്ന് കരയുന്ന കുഞ്ഞ്. ആരൊക്കെയോ വന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ കുറച്ചുനാൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആരോടും മിണ്ടാനോ ഇടപഴകാനോ ഒന്നിനും സാധിക്കാതെ, കമ്പനി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ. അന്ന് അതിൻ്റെ പേരിൽ കമ്പനിയിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പിന്നീട് എനിക്ക് സ്ത്രീ എന്ന് പറയുന്ന വർഗത്തോട് തന്നെ വെറുപ്പായിപ്പോയി. കാര്യം, ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് സ്നേഹിച്ച ഒരുവൾ എന്നെ ചതിച്ചപ്പോൾ എല്ലാ പെൺകുട്ടികളും അങ്ങനെയുള്ളവരാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ എനിക്ക് അമ്മയോട് ദേഷ്യമായി. കാര്യം, അമ്മയായിരുന്നു ജ്യോതിയെ വിവാഹം കഴിക്കാൻ എന്നെ കൂടുതൽ നിർബന്ധിച്ചു. അമ്മയ്ക്കായിരുന്നു അവളെ ഒരുപാട് ഇഷ്ടമായത്. പിന്നെ പതിയെ ഞാൻ എല്ലാത്തിൽ നിന്നും റിക്കവറായി. ഞാനും ആര്യനും അമ്മയും അച്ഛനും മാത്രമുള്ള ഞങ്ങളുടെ ലോകം പഴയതുപോലെ ചിരിയും കളിയും ഒന്നുമില്ലാതെ കർക്കശക്കാരനായ ഒരു അതർവായി മാറുകയായിരുന്നു ഞാൻ. പിന്നീട് ആര്യന് 4 വയസ്സായപ്പോൾ മുതലാണ് അമ്മ വീണ്ടും ഒരു വിവാഹത്തിന് എന്നെ നിർബന്ധിച്ചു തുടങ്ങിയത്. അതേ ചൊല്ലി ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ശ്രീനന്ദ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതിനു മുമ്പ് ഒരിക്കൽ പോലും തന്നെ കണ്ടിട്ടില്ലായിരുന്നു. തൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അമ്മ പട്ടിണി കിടന്ന് എന്തെങ്കിലും അസുഖം വരുത്തി വയ്ക്കും എന്നൊരു സ്റ്റേജ് എത്തിയപ്പോഴാണ് ഞാൻ വിവാഹത്തിന് സമ്മതം മൂളിയത്. കഴിഞ്ഞുപോയ 4 വർഷങ്ങൾക്കിടയിൽ പലരിൽ നിന്നായി ഞാൻ അറിഞ്ഞു ജ്യോതിയും ആ പയ്യനും തമ്മിൽ പിരിഞ്ഞെന്ന്. അവനവളെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ തേടിപ്പോയി. പിന്നെ ഞാൻ ആ ഭാഗം ശ്രദ്ധിക്കാനേ പോയില്ല. എനിക്കുള്ള ഏക ആശ്വാസം ജ്യോതി വീണ്ടും എൻ്റെ മകനെ തിരക്കി വന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു. ഒരു നെടുവീർപ്പോടെ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു അധ്യായം എന്നേക്കുമായി അതർ അവസാനിപ്പിച്ചു. അതും ശ്രീനന്ദയുടെ മുമ്പിൽ വെച്ച് തന്നെ. ശ്രീനന്ദ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. പിന്നെ മെല്ലെ അവൻ്റെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു. അതേ സമയത്താണ് റൂമിൽ നിന്നും ആര്യൻകുട്ടി ഉറക്കെ കരഞ്ഞത്. പെട്ടെന്ന് അതർവും ശ്രീനന്ദയും പരസ്പരം അകന്നു മാറി. ശേഷം റൂമിലേക്ക് ഓടിച്ചെന്നു. ബെഡിൽ കിടന്ന് കണ്ണുകളടച്ച് കരയുകയാണ് ആര്യൻ. സ്വപ്നം കണ്ടെന്ന് തോന്നുന്നു. അതും പറഞ്ഞ് അതർവ് ആര്യൻ്റെ അരികിലേക്ക് ഇരുന്നു. മോനെ, അച്ഛനുണ്ടടാ അടുത്ത്, പേടിക്കണ്ട കേട്ടോ. അതർവ് മെല്ലെ ആര്യനെ തട്ടി ഉറക്കാൻ ശ്രമിച്ചു. അതർ ഉറങ്ങുന്നില്ലെന്ന് കണ്ടതും ശ്രീനന്ദ അതർവിനടുത്തേക്ക് ചെന്നു. ഏട്ടൻ മാറിക്ക്, ഞാൻ എടുക്കാം അവനെ. അതും പറഞ്ഞുകൊണ്ട് ബെഡിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനെ അവൾ വാരിയെടുത്ത് തോളിലേക്കിട്ട് പതിയെ അവന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്താ താനീ കാട്ടുന്നത്? അവനൊരു വലിയ കുട്ടിയാ. താനാണെങ്കിൽ ആകെ ഇത്രയേ ഉള്ളൂ. ഇങ്ങതാ, ഞാൻ ഉറക്കിക്കോളാം അവനെ. വേണ്ടേട്ടാ, അവൻ നന്നായി പേടിച്ചു പോയിട്ടുണ്ട്. ഇന്ന് സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെയാണ് ഈ ഞെട്ടൽ. പാവം എൻ്റെ കുട്ടി. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ അവന്റെ കവിളിലേക്ക് ചുണ്ടു ചേർത്തു. പിന്നെ മെല്ലെ അവനെ തട്ടിയുറക്കി. അതർവ് ആ കാഴ്ച ചിരിയോടെ നോക്കി നിന്നു. മെല്ലെ ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഒരാഴ്ചയ്ക്ക് ഇപ്പുറമുള്ളൊരു പുലർക്കാലം. പുറത്താകെ ഇളമ്പയിൽ പടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഞായറാഴ്ചയ്ക്ക് ഇപ്പുറമുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ശ്രീനന്ദ ആര്യൻകുട്ടനും സുഖം ഉറക്കുവാണ്.
അതല്ലെങ്കിലും അങ്ങനെയാണ്. 2 ദിവസം അവധി കഴിഞ്ഞ 3-ാം ദിവസം രാവിലെ എഴുന്നേക്കാൻ ഇരുവർക്കും ഇത്തിരി മടിയാണ്. അഥർവ് ബെഡിൽ ഇരുന്നു കൊണ്ട് ചിരിയോടെ അവരെ നോക്കി അതോർത്തു. ശേഷം ഫ്രഷായി വന്ന് ജിമ്മിലേക്ക് പോയി. എല്ലാം കഴിഞ്ഞിട്ട് അവൻ തിരികെ വന്നിട്ടും അവർ രണ്ടാളും ഇതുവരെ ഉറക്കം എഴുന്നേറ്റിട്ടില്ല. അഥർവ് മെല്ലെ ശ്രീനന്ദയ്ക്ക് അരികിലേക്ക് ചെന്ന് അവൾ പുതച്ചിരുന്ന പുതപ്പ് മാറ്റി. ദേഹത്തുനിന്ന് പുതപ്പിന്റെ ആവരണം മാറിയതറിഞ്ഞതും ശ്രീനന്ദ ഒരു ചിണുങ്ങലോടെ തിരിഞ്ഞു കിടന്നു. അതെ, ഇങ്ങനെ കിടന്നാ മതിയോ? എഴുന്നേക്കണ്ടേ? അഥർവിന്റെ സ്വരം മെല്ലെ കാതിൽ പതിഞ്ഞതും ശ്രീനന്ദി ഒരു പകപ്പോടെ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. അവൻ മെല്ലെ അവളെ അവന്റെ അടുത്തേക്ക് ചേർത്തിരുത്തി. എന്തു പറ്റി? എന്താ മുഖത്തൊരു ടെൻഷൻ? അതല്ലേട്ടാ, ഇന്നു മുതൽ എന്റെ എക്സാം തുടങ്ങുമല്ലേ. ഭാഗ്യം, അത് ഓർമ്മയുണ്ടായിരുന്നു അല്ലേ? എന്നിട്ടാണോ ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങുന്നത്? രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കണമെന്ന ചിന്തയൊന്നുമില്ല ഇയാൾക്ക്. അത് പിന്നെ ഞാൻ ഇന്നലെ കുറേ നേരം ഇരുന്ന് പഠിച്ചു. എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് കിടന്നുറങ്ങിയത്. പിന്നെന്തിനാ ടെൻഷൻ? അങ്ങനെ അല്ലേട്ടാ, പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ഓർമ്മ വരണ്ടേ, അതുകൊണ്ടാ. ഈ ടെൻഷൻ അടിച്ചാലേ അത് മറന്നു പോകത്തേ ഉള്ളൂ. അവളുടെ തലയിലൊന്ന് തട്ടിക്കൊണ്ട് അഥർവ് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. പിന്നെ മെല്ലെ അവളെയും ബെഡിൽ നിന്ന് താഴേക്ക് ഇറക്കി നിർത്തി. വേഗം പോയി ഫ്രഷായി റെഡിയാവും. എക്സാം ഉച്ച കഴിഞ്ഞാണെന്നല്ലേ പറഞ്ഞത്? തൽക്കാലം ഞാൻ രാവിലെ പോകും. അതിനു മുമ്പ് കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ ഇരുന്ന താനിങ്ങനെ വെറുതെ കളിച്ചും ചിരിച്ചും ഇരിക്കത്തേ ഉള്ളൂ. അവിടെയാകുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമല്ലോ. എല്ലാരും കൂടി കമ്പൈൻ സ്റ്റഡിയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. അതായിരിക്കും നല്ലത്. അഥർവ് പറഞ്ഞതും ശ്രീനന്ദ് തല കുലുക്കിക്കൊണ്ട് ഫ്രഷ് ആകാനായി കയറി. പിന്നെ അഥർവിന്റെ അടുത്ത ടാസ്ക് ആര്യൻകുട്ടനെ വിളിച്ചുണർത്തുക എന്നതാണ്. ചിണുങ്ങിക്കൊണ്ട് കുഞ്ഞിച്ചക്കൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അഥർവ് അവനെ എടുത്ത് നേരെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി. ആര്യൻകുട്ടനെ യൂണിഫോം ഇടിപ്പിച്ചുകൊണ്ടിരുന്ന നേരത്താണ് അഥർവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ സംശയത്തോടെയാണ് അവൻ കോൾ എടുത്തത്. ഹലോ, ഇത് അഥർവ് മാധവമേനോനല്ലേ? അപ്പുറത്തുനിന്നും കനമുള്ള ഒരു ശബ്ദം. അതെ, അഥർവാണ്. ആരാണ് സംസാരിക്കുന്നത്? അഥർവ് തിരികെ ചോദിച്ചു. ഇത് നിങ്ങളുടെ വീടിനടുത്തുള്ള സ്റ്റേഷനിൽ നിന്നാണ്. ഓക്കെ സർ, പറയൂ. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ജ്യോതി മേനോൻ ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് തന്നിരുന്നു. അയാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അഥർവിന് കാര്യം മനസ്സിലായി. ഓർമ്മയുണ്ട് സർ. ഇന്ന് രാവിലെ അവർ വന്ന് ആ കംപ്ലൈന്റ് പിൻവലിച്ചു. ഇവിടുത്തെ രജിസ്ട്രി സൈൻ ചെയ്തിട്ടുണ്ട്. അവർക്കിനി നിങ്ങളുടെ കുഞ്ഞിനെ ചൊല്ലി യാതൊരു തർക്കവുമില്ലെന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും അവകാശം പറഞ്ഞു വരില്ലെന്ന് അവർ വ്യക്തമായി എഴുതി ഒപ്പിട്ടിട്ടാണ് പോയത്. അഥർവിന്റെ മുഖമൊന്ന് തെളിഞ്ഞു. ആണോ? താങ്ക് യു സർ. സർ, ഇനി എന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഫോർമാലിറ്റീസ്? ഏയ്, ഒന്നും വേണ്ട. ഈ ഫയല് ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അതൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അഥർവ് സന്തോഷത്തോടെ പറഞ്ഞു. ശേഷം ആര്യൻകുട്ടനെ റെഡിയാക്കി. ഒപ്പം അവനും ഓഫീസിൽ പോകാനായി റെഡിയായി താഴേക്ക് ഇറങ്ങി. അവരിരുവരും ചെല്ലുമ്പോൾ ശ്രീനന്ദ അടുക്കളയിൽ ഇന്ദ്രയോട് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർക്കടുത്ത് തന്നെ മാധവനും ഉണ്ട്. ഭവാനിയമ്മ 2-3 ദിവസമായി ലീവിലാണ്. ആളുടെ കൊച്ചുമക്കൾക്കെന്തോ വയ്യായിക. അതുകൊണ്ട് തന്നെ ഇന്ദ്രയെ അടുക്കളയിൽ പാചകത്തിന് സഹായിക്കുന്നത് മാധവനാണ്. അഥർവ് അതീവ സന്തോഷത്തോടെ അവർക്കടുത്തേക്ക് ചെന്നു. അഥർവ് വന്നെന്നറിഞ്ഞതും ശ്രീനന്ദ പെട്ടെന്ന് സൈലന്റായി അവനെ നോക്കി. അമ്മേ, അച്ഛൻ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ മോനെ? അവന്റെ മുഖത്തെ നിറഞ്ഞ സന്തോഷത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇന്ദിര ചോദിച്ചു. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞ കാര്യം എല്ലാം അവർ മൂവരോടുമായി അഥർവ് പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് ഒരുപോലെ സന്തോഷം. അതെന്തായാലും നന്നായി മോനെ. ആ നാശം പിടിച്ചവള് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ. അതുതന്നെയാ നല്ലത്. ഇനിയെങ്കിലും എന്റെ മകനും മകൾക്കും ആര്യൻകുട്ടനോടൊപ്പം സന്തോഷമായി ജീവിക്കാമല്ലോ. ഇന്ദിര പറഞ്ഞപ്പോ അത് ശരിവെക്കുന്നത് പോലെ എല്ലാവരും ഒന്നു മൂളി. അതെ, ഇനി ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഞാൻ താമസിക്കും. തനിക്ക് കോളേജിൽ പോകേണ്ടതല്ലേ? അഥർവ് ചോദിച്ചതും ശ്രീനന്ദ പെട്ടെന്ന് ഞെട്ടലോടെ ഡൈനിങ് ഹാളിലേക്ക് വന്നു. ശേഷം അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. അത് എന്തായാലും മോൾക്ക് എക്സാം തുടങ്ങുമല്ലേ? പോകുന്ന പോക്കില് നമ്മുടെ ദേവീക്ഷേത്രത്തിലൊന്ന് കയറിയേക്ക്. കുടുംബക്ഷേത്രമാണ്, പക്ഷെ ഒരു മനുഷ്യൻ അവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല.
മാധവനെയും കൂടെ നോക്കിയാണ് ഇന്ദിര പറഞ്ഞത്. ഇന്ദിരയ്ക്ക് ഈ ദേവി കാര്യങ്ങളിലൊക്കെ വലിയ വിശ്വാസമാണ്. പക്ഷേ മാധവനും അതിർവൊന്നും അതിൽ അങ്ങനെ അധികം താല്പര്യം പ്രകടിപ്പിക്കാറില്ല. ശ്രീനന്ദയാണെങ്കിൽ പിന്നെ മിക്കപ്പോഴും കോളേജും കാര്യങ്ങളും ഒക്കെയായി നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ദിര അവളെ നിർബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുമില്ല. ഇന്നെന്തായാലും ക്ഷേത്രത്തിലേക്കൊന്ന് പോകണം. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു തവണയോ മറ്റുമാണ് രണ്ടുപേരും ഒന്നിച്ച് ക്ഷേത്രത്തിൽ പോയത്. അതിനെന്താ, ശ്രീനന്ദ വേഗം കഴിച്ചു. നമുക്ക് ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു കളയാം. പെട്ടെന്ന് അതിർവത് പറഞ്ഞതും ഇന്ദിര വിശ്വാസം വരാത്ത പോലെ അവനെ നോക്കി. കാര്യം താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിർവത് സമ്മതിക്കുമെന്ന് അവർക്ക് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു അവധി ദിവസം നമുക്കെല്ലാവർക്കും കൂടി പോയി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാം, പോരെ? അതിർവ് ഇന്ദിരയെ നോക്കി ചോദിച്ചതും അവർ നിറഞ്ഞ ചിരിയോടെ തലകുലുക്കി. അമ്മേ, ആര്യൻകുട്ടിനെയും ഞങ്ങൾക്കൊപ്പം കൊണ്ടുപോവാ. ക്ഷേത്രത്തിൽ പോയിട്ട് അവനെ ഞാൻ സ്കൂളിൽ വിട്ടേക്കാം. അമ്മ അവന്റെ സ്കൂൾ വാൻ ഡ്രൈവറോട് വിളിച്ചു പറയണേ. അതൊക്കെ ഞാൻ വിളിച്ചോളാം. നിങ്ങളെ സമയം കളയാതെ പോകാൻ നോക്ക്. ആഹാരം കഴിച്ചവർ 3 പേരും അതിർവിന്റെ വണ്ടിയില് ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. പോകും വഴി ആര്യൻകുട്ടൻ കാര്യമായി എന്തൊക്കെയോ കലിവില് വർത്താനം പറയുന്നുണ്ട്. ശ്രീനന്ദയാണെങ്കിലോ അതെല്ലാം കേട്ട് അതിന് കൃത്യമായി മറുപടിയും നൽകുന്നുണ്ട്. അതിർവ് ഒരു ചിരിയോടെ അവരിരുവരുടെയും സംസാരം കേട്ടിരുന്നു. അവന്റെ കാറ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിർത്തിയതും അവർ 3 പേരും ഒരുമിച്ച് തന്നെ അകത്തേക്ക് കയറി. വിവാഹം കഴിഞ്ഞ് 2 ദിവസങ്ങൾക്കിപ്പുറം അതിർവിന്റെ കൂടെ അന്ന് ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും അന്ന് ശ്രീനന്ദയുടെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു യന്ത്രം കണക്കെ അതിർവിനൊപ്പം പോയി പ്രാർത്ഥിച്ചു മടങ്ങിയെന്നല്ലാതെ ക്ഷേത്രമോ ക്ഷേത്ര പരിസരമോ ഒന്നും അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. അവളുടെ കണ്ണുകൾ 4 പാടും ചുറ്റി നടന്നു. ക്ഷേത്രത്തിന്റെ ഒരു കോണിലായി പടർന്നു നിൽക്കുന്ന വെള്ള അരളി ശ്രീനന്ദിക്ക് വല്ലാത്ത കൗതുകം തോന്നി. എണ്ണിയെടുക്കാൻ കഴിയാവുന്നതിലും അധികം പൂക്കൾ വിടർന്നു നിൽപ്പുണ്ട് ആ അരളിച്ചെടിയില്. അവിടെ ആകമാനം അരളിമണം പടർന്നു വരുന്നുണ്ടായിരുന്നു. ഒരു പൂ പൊട്ടിച്ചു മെല്ലെ മൂക്കുന്നുമ്പോട് ചേർത്ത് ശ്രീനന്ദി ആ മണം ആസ്വദിച്ചു നിൽക്കുന്ന നേരത്താണ് അതിർവ് വന്നവളുടെ തോളി തട്ടിയത്. അതെ, കോളേജിൽ പോകാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? എവിടെ ഇങ്ങനെ നിന്നാ മതിയോ? ഇതാ കഴിഞ്ഞു കേട്ടാ. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ വേഗം പ്രസാദം വാങ്ങി അവന് പിന്നാലെ പുറത്തേക്ക് നടന്നു. അതിർവായിരുന്നു ശ്രീനന്ദയ്ക്കും ആര്യൻകുട്ടനും പ്രസാദം തൊട്ട് കൊടുത്തത്. അതിർ ഓഫീസിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവൻ തൊട്ടില്ല. തൊഴുതിറങ്ങി തിരികെ കാറിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്താണ് ശ്രീനന്ദയുടെ ഫോൺ റിങ് ചെയ്തത്. മറ്റാരും ആയിരുന്നില്ല, അത് പാർവതിയായിരുന്നു. പറയൂ പാറു, എന്താ? ശ്രീ, നീ ഇന്ന് രാവിലെ കോളേജിൽ വരില്ലേ? ആടി, ഞാൻ വരും. ഞങ്ങളിപ്പോ ക്ഷേത്രത്തിൽ നിൽക്കുവാ. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ കോളേജിൽ വരും. ഓക്കേടി, ഞാനിവിടെ കോളേജിന്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ, പാറു പറഞ്ഞു. നീ എന്താ ഇത്രയും നേരത്തെ പോയത്? അത് പിന്നെ അച്ഛൻ ഇന്ന് അല്പം നേരത്തെ ഹോസ്പിറ്റലിലേക്ക് പോണോന്ന് പറഞ്ഞു. അപ്പൊ പോകുമ്പോഴേ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ആണോ? ശരിടി, ഞാൻ പെട്ടെന്ന് വരാം. ആരാ വിളിച്ചത്? അതിർവ് ശ്രീനന്ദയ്ക്ക് അരികിലേക്ക് വന്നു. പാറുവാണ് ഏട്ടാ വിളിച്ചേ. അവൾ കോളേജിന്റെ ഫ്രണ്ടിലുണ്ടെന്ന്. പിന്നെ പെട്ടെന്ന് തന്നെ അതിർവിന്റെ കാറ് നേരെ പോയത് ആര്യൻകുട്ടൻ പഠിക്കുന്ന സ്കൂളിലേക്കാണ്. അവനെ കൊണ്ടുചെന്ന് അവന്റെ ക്ലാസ്സിലാക്കി തിരിച്ചവർ നേരെ ശ്രീനന്ദയുടെ കോളേജിലേക്ക് പുറപ്പെട്ടു. വല്ലാത്തൊരു ടെൻഷനോടെ കൈകൾ പിണച്ചും മഴിച്ചും പുറത്തേക്ക് നോക്കിയിരിക്കുന്നവളുടെ കയ്യിൽ അതിർവ് മൃദുവായി തൊട്ടു. ആ സ്പർശനം അറിഞ്ഞതും പുറത്തേക്ക് നോക്കിയിരുന്നവൾ മുഖം ചെരിച്ച് അതിർവിനെ നോക്കി. എന്തു പറ്റി എന്റെ ഭാര്യയ്ക്ക്? ടെൻഷനിടയിലും അവന്റെ ആ ചോദ്യം ശ്രീനന്ദയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിച്ചു. എന്താണ് ഇത്രയും ടെൻഷൻ, പറ. അവനൊരു താളത്തിൽ ചോദിച്ചത് ശ്രീനന്ദ ഒന്നും മിണ്ടിയില്ല. മെല്ലെ അവന്റെ തോളിലേക്ക് ചാഞ്ഞു. ടെൻഷൻ ആവുന്നേട്ടാ. ദേ നോക്ക്, വെറുതെ ടെൻഷൻ അടിക്കരുത്. എക്സാം നന്നായിട്ട് എഴുതണം, കേട്ടല്ലോ? ഞാൻ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റിസൾട്ട് വരുമ്പോ എന്റെ എക്സ്പെക്ടേഷൻസിന്റെ മുകളിലായിരിക്കണം തന്റെ പെർഫോമൻസ്, ഓക്കെ? അതിർവ് ചോദിച്ചതും ശ്രീനന്ദ അവന്റെ ചുമലിൽ നിന്ന് മുഖമുയർത്തി ചിരിയോടെ അവനെ നോക്കി തലയാട്ടി. ശേഷം അവൻ അവളെ കോളേജിന്റെ ഫ്രണ്ടിൽ ഇറക്കി. ഇറങ്ങാൻ തുടങ്ങും മുന്നേ മെല്ലെ അവളുടെ നെറ്റിയിലേക്ക് ഒന്നും മുത്തി അതിർവ്. ഓൾ ദി ബെസ്റ്റ്. നന്നായി എക്സാം എഴുതിയിട്ട് വരണം, കേട്ടോ? എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ വിളിക്കണം. ശരിയേട്ടെ. ആ കാറ് കണ്ണിൽ നിന്ന് അകന്നു പോകുന്നതും നോക്കി ശ്രീനന്ദ ആ കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെ നിന്നു.
പെട്ടെന്നാണ് ഒരു കൈ അവളുടെ ചുമലിലേക്ക് വീണു. തിരിഞ്ഞു നോക്കാതെ തന്നെ അത് ആരാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഭർത്താവ് പോയ വഴി എന്താണ് നോക്കി നിൽക്കുന്നേ? നീ എല്ലാം പഠിച്ചോ? പാർവതിയുടെ ചോദ്യമാണ് ശ്രീനന്ദയെ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തിയത്. ഏകദേശം എല്ലാ പോയിന്റ്സും കവർ ചെയ്തു. എങ്കിൽ നീ വന്നേ, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്തതാ. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു ക്ലാസ് മുറിയിൽ കയറി ഉച്ചവരെ ഇരുന്ന് പഠിച്ചു. ശേഷം ലഞ്ചൊക്കെ കഴിച്ച് അല്പം ഫ്രീ ആയിട്ട് ഇരുവരും അവർക്ക് അലോട്ട് ചെയ്ത ക്ലാസ്സിലേക്ക് പോയി. ശ്രീനന്ദ വിചാരിച്ചാലും എളുപ്പമായിരുന്നു എക്സാം. അവൾ ടെൻഷൻ അടിച്ചതുപോലെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എല്ലാം അറിയാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. വളരെ സന്തോഷത്തോടെ, അതിലേറെ സമാധാനത്തോടെ അവൾ എക്സാം എഴുതി തീർത്തു. എക്സാം എഴുതി നേരെ പുറത്തേക്കിറങ്ങിയവൾ ആദ്യം തിരിഞ്ഞത് പാർവതിയാണ്. അവൾ ഇതുവരെ എഴുതി തീർന്നിട്ടില്ലെന്ന് കണ്ടതും ശ്രീനന്ദ ആരുടെയും ശ്രദ്ധ കിട്ടാത്ത ഒരിടത്തേക്ക് മാറി നിന്നു. ശേഷം അഥർവിന് ഫോൺ ചെയ്തു. അവനാ സമയം ഒരു മീറ്റിംഗിലായിരുന്നെങ്കിൽ പോലും ശ്രീനന്ദയുടെ കോളാണ് വരുന്നതെന്ന് കണ്ടുകൊണ്ട് അഥർവ് അവരോട് 1 മിനിറ്റ് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിന്നു. എന്തായി നന്ദ, എക്സാം കഴിഞ്ഞോ? കഴിഞ്ഞു ഏട്ടാ, ഞാനാ ആദ്യം ഇറങ്ങിയേ. ഭയങ്കര ഈസി ആയിരുന്നു ഏട്ടാ എക്സാം. ഞാൻ പഠിച്ച ചോദ്യങ്ങളും എനിക്കറിയാവുന്ന ഉത്തരങ്ങളായിരുന്നു. ആഹാ, അപ്പോ അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയല്ലേ? അഥർവ് ചോദിച്ചതും ശ്രീനന്ദ ഒരു ചിരിയോടെ മൂളി. ഞാനീ ഒരു മീറ്റിംഗിലാ, ഇന്ന് ഞാൻ വരാൻ അല്പം ലേറ്റ് ആകും. താനൊരു കാര്യം ചെയ്യാമോ? ഒരു യൂബർ വിളിച്ച് വീട്ടിലേക്ക് പോ. അത് കുഴപ്പമില്ലേട്ടാ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. നോക്കുന്നെന്താ, പറയുന്ന അനുസരിക്ക്. മര്യാദയ്ക്ക് യൂബർ വിളിച്ച് വീട്ടിലേക്ക് പോ. അഥർവൽപ്പം ഗൗരവത്തിൽ പറഞ്ഞു. ശ്രീനന്ദ അത് ശരിവെക്കും പോലെ മൂളി.